പടക്കേ പടക്കേ മതി 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 മതി. അപ്പോൾ എല്ലാ കടികൾക്കും മേയർക്ക് എൻ്റർടൈൻമെൻറ്റ് നമ്മുടെ ഉറുമ്പിക്കര വ്ളോഗിൻ്റെ പാർട്ട് 2 സ്വാഗതം. അപ്പോൾ പാർട്ട് 1 കാണാത്ത ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ പാർട്ട് 1 അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. പിന്നെ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനുള്ളത്, നമ്മുടെ അടുത്ത വ്ളോഗിൻ്റെ ഒരു ചെറിയ ടീസർ അത് ഈ വീഡിയോയുടെ ലാസ്റ്റിൽ ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണുക, ലാസ്റ്റ് പെട്ടെന്ന് നിർത്തി പോകരുത്. ലാസ്റ്റിൽ അടുത്ത വ്ളോഗിൻ്റെ ടീസർ ഉണ്ട്. പിന്നെ വീഡിയോ മാക്സിമം സ്കിപ്പ് ചെയ്യാണ്ട് കാണാം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ വേറെ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനുള്ളത്, അതൊരു പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ്. ഞാനിപ്പോൾ ഈ ടോർക്ക് ക്ലബിൻ്റെ ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗമാണ്. അത് കാരണം എനിക്ക് ഇടയിലൊന്ന് ഫുഡ് എടുക്കാൻ പോകേണ്ട ആവശ്യം വന്നു. അത് കാരണം കുറേ വീഡിയോസ് ഇല്ല, ലാസ്റ്റത്തെ ഒരു പകുതി തൊട്ട് ഒരു മുക്കാൽ ഭാഗം ഉള്ള വീഡിയോസ് ഞാനല്ല എടുത്തിട്ടുള്ളത്. എൻ്റെ ടോർക്കിൽ തന്നെ മെമ്പേഴ്സാണ് എടുത്ത് എനിക്ക് സഹായിച്ചിട്ടുള്ളത്. അപ്പോൾ പല ഫോണിലായിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ ക്ലാരിറ്റി, ചെറുതല്ല നല്ല രീതിയിലുള്ള ക്ലാരിറ്റി പ്രശ്നങ്ങളുണ്ട് നമ്മുടെ ഈ വ്ളോഗിൽ. അപ്പോൾ എല്ലാവരും അതൊന്ന് ക്ഷമിച്ചോളൂ. അടുത്ത വ്ളോഗിൽ അങ്ങനെ ഉണ്ടാവാണ്ട് മാക്സിമം ഞാൻ നോക്കട്ടെ. പിന്നെ എനിക്ക് വീഡിയോ എടുത്ത് തന്ന് എന്നെ സഹായിച്ച എല്ലാ എൻ്റെ ടോർക്കിലെ ചങ്ക് ഫ്രണ്ട്സിനും പ്രത്യേക ഒരു നന്ദി കേട്ടോ. ഇവിടെ നിന്നും ഇനി വലിയ ടാസ്കുകളില്ല. നമുക്ക് ഇനി ടാസ്ക് എടുക്കുന്നത് മേലേക്ക് കയറേണ്ട കുറച്ച് ഭാഗങ്ങളാണ് നമുക്ക് മെയിൻ ടാസ്ക് എടുക്കുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്നതാണ് അറിവ്. മിലിറ്ററി ഉണ്ട്. മിലിറ്ററിക്ക് ഓൾറെഡി ചെറിയൊരു ഓവർ ഹീറ്റ് പ്രശ്നമൊക്കെ കിട്ടിയിട്ടുണ്ട്. എന്നാലും കുഴപ്പമില്ല, ആള് നല്ല കൂളായിട്ട് പിടിച്ച് കയറി പോരുന്നുണ്ട് എല്ലായിടത്തും. വരണ വഴിയിൽ ഒന്ന് രണ്ട് തൊട്ട് ഓവർ ഹീറ്റായിട്ട് നിർത്തിയിട്ടുണ്ട് വന്നു. പക്ഷേ വണ്ടി ഉഷാറാട്ടാ. സത്യത്തിൽ ആശാൻ കാല് കൊടുക്കാണ്ട് കയറി പോരുന്നത്, വണ്ടി തന്നെ പിടിച്ച് കയറി പോരുന്നതാ. കാലൊന്നും കൊടുക്കില്ലേ, വണ്ടി പതുക്കെ വണ്ടിയുടെ ലൈനിൽ തന്നെ ഉരുണ്ട് കയറി പോരുന്ന. അത്യാവശ്യം ചില ത്രോട്ടിൽ കുറയണു എന്നുള്ള സ്ഥലത്ത് മാത്രം ആശാൻ കാല് കൊടുക്കണല്ലോ. കാരണം കാല് കൊടുത്ത് കയറി ഇനി ഓവർ ഹീറ്റ് പ്രശ്നം കൂടണ്ടെന്ന് വെച്ചിട്ടാ. ഇങ്ങോട്ട് എടുത്തോ. പോട്ടെ. കുറച്ച് ബാക്ക് പോട്ടെ. മതി എടുത്തോ. മെല്ലെ, ആക്സിഡന്റ് അധികം കൊടുക്കണ്ട. പോട്ടെ. ഇങ്ങോട്ട് പോട്ടെ. അവിടെ കല്ല് നോക്കിയാ ഈ സൈഡില് ഓക്കോ വിട്ടു
പോട്ടെ പോട്ടെ പോട്ടെ. റൈറ്റ് ലെഫ്റ്റ് ആകാൻ പറ. ആ പോട്ടെ 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 കേറി അറ. ഓടിച്ചോ 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 ഓടിക്ക് ഫുൾ അടിക്ക് ഫുൾ അടിക്ക് ഫുൾ അടിച്ചോ. പോട്ടെ 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 പതുക്കെ 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 എടുത്തോ 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 പതുക്കെ 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 പോട്ടെ 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 പോട്ടെ. അത് കുഴപ്പമില്ല കറക്റ്റില്ല പോകോ. ഒരു പൊടിക്ക് വേണമെങ്കിൽ എടുത്തോ കുഴപ്പമില്ല. മതി 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 മതി. മുന്നോട്ട് വന്നിട്ട് ഇനി ലെഫ്റ്റ് പിടിക്കാൻ പറയാം. പയ്യ ഓക്കെ 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 ഓക്കെ.
സുഖം കിട്ടില്ല. പൊടിക്ക് ബാക്ക് എടുക്ക്. മതി, ഇനി ഓടിച്ചോ, ഫുൾ അടിച്ചോ, ഫുൾ അടിച്ചോ. പോതാ. സിമ്പിളായിട്ട് പോണ ചെക്കൻ, സിമ്പിളായിട്ട്. സൈക്കോ പൊളി. എടാ ഊടിൽ തന്നെയാ വണ്ടി ഇരിക്കണേ. മതി. പോരട്ടെ. ആ പോരട്ടെ. കുറച്ച് നേരം ബാക്ക് പോരട്ടെടാ. ഓടിക്കൊണ്ട് ഇറക്കിക്കോ. ആ മതി. ഇനി ഞാൻ റൈറ്റ് ഫ്രണ്ടിൽ കാണുന്ന കല്ലില്ലേ, അതിന്റെ മുകളിൽ കൂടെ കയറ്റ്. ആ നേരെ കാണുന്ന വലിയ കല്ലിന്റെ മുകളിൽ കൂടെ. റൈറ്റ്. യെസ്. പോട്ടെ. മിഡിൽ ജാമായിണ്ട ഇല്ലല്ലോ. മതി. കല്ലുമൂടെ വീല് കയറ്റ്. കുറച്ചും ബാക്ക് ഇറക്ക്. പോട്ടെ. നിങ്ങൾ ആ മതി. കുറച്ചുകൂടി. ആ പോരെ. യെസ്. പോരും.
പോട്ടെ 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 പയ്യത്തെ റോഡിൽ നീ ക്ലച്ച് നോക്കിയോട്ടാ പയ്യ കൊടുത്തേ ടോർക്ക് ചെയ്തിട്ട് പമ്പിൽ കയറ്റിയപ്പം കുറച്ച് റൈറ്റ് ഓടിച്ച് റൈറ്റ് ഇല്ല റൈറ്റ് ഓടിച്ച് മതി നീ കൊടുത്തേ യെസ് പോട്രാ ലെഫ്റ്റ് ആ പൊക്കോ മതിയാവും ബാക്കിലോടാവും യെസ് ഈ സൈഡ് ഇട്ടാ ഇത് ഈ സൈഡ് കയറിക്കോ കേറി പോട്ടെ റൈറ്റ് ആക്ക് നൈസ് അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കേ പതുക്കെ സൈഡ് നോക്കി കേട്ടോ റൈറ്റിക്ക് വാ അതിലേ പോണ് പടക്കെ മതി ഫുള്ളായിട്ട് ഇറക്ക് ഞാൻ മറിച്ചോടിക്ക് വേണ്ട തിരിച്ചോടിക്ക് നേരെ ഇറക്ക്
നേരെ സ്റ്റഡിയാക്ക് നേരെ ഇറക്കിക്കോ. ഇറക്കി പോട്ടെ കൊടുക്കല്ലേ. കുറച്ച് വന്നായിട്ടാ കുറച്ച് മതി ഇനി മറച്ചടി കുറച്ച് ബാക്ക് എടുത്ത നീ. മതി ഇനി അടിച്ച് കയറ്റി പോക്കോ. അങ്ങനെ ഓടിക്കണ്ട പടക്കണ്ടേ പൂച്ചാടേ വായോ അങ്ങനെ അതാ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ മറ്റേ കാറ് സുഖിച്ച് ആള് കറക്റ്റിനാക്കില് അതൊന്ന് കയറി ചട്ടിച്ച് ഇതല്ലത് എടുക്കാൻ പറഞ്ഞു റൈറ്റ് എടുക്കണം പക്ഷെ ഇത് ഷോക്ക് മറ്റേ ഇതാണ് ആക്ഷൻ ഓൾറെഡി ഉറുമ്പിക്കര ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മാക്സിമം എക്സ്ട്രീം ലെവലിൽ നിൽക്കുന്ന ടൈമാണ്. അതും പോരാഞ്ഞിട്ട് മുന്നിൽ പോണ വണ്ടികളൊക്കെ ഉള്ള കല്ലും കട്ടയൊക്കെ ഇളക്കി മറിച്ച് പോയിട്ടുള്ളത്. ഇനി വരുന്ന വണ്ടികളൊക്കെ ശരിക്കും കുടുങ്ങും. അതേപോലെ ഒരു ട്രാക്ക് ഒക്കെ വണ്ടി കാരണം ഇനി കുറച്ച് പാടുപെടും. പിന്നെ അല്ലെങ്കിൽ വണ്ടി ഇടിച്ച് കുത്തി കയറ്റിക്കൊണ്ടിട്ട് വരും. പക്ഷെ അത് വണ്ടി നശിക്കും. നമുക്ക് നമ്മുടെ വണ്ടി അതിനുള്ള സ്പെക്കലില്ലോ. നമ്മൾ ജസ്റ്റ് ഒരു നോർമൽ ഓഫ് റോഡ് സ്പെക്കുള്ളൂ നമ്മുടെ ഈ വണ്ടികളൊക്കെ. എന്തായാലും ഇനി ഫസ്റ്റ് കയറിപ്പോയ വണ്ടികളെ പോലൊന്നും ഇനി വരുന്ന വണ്ടികൾ കൂളായിട്ട് കയറിപ്പോകാൻ സാധ്യത കുറവാണ്. പിന്നെ നമ്മുടെ അദ്വൈതൊക്കെ ഏറ്റവും ബാക്കിൽ പോയി നിൽക്കണത്. കാരണം എല്ലാ വണ്ടിയും കയറിപ്പോയി ഒന്ന് കുത്തി മറഞ്ഞ് കിടക്കുന്ന ട്രാക്കിലൂടെ ഓടിക്കണം എന്നുള്ള മൂഡിലാണ് അവനൊക്കെ ബാക്കിൽ പോയി നിൽക്കുന്നത്. എക്സ്ട്രീം ആസ്വദിക്കാൻ താല്പര്യമുള്ളവർക്കൊക്കെ അടിപൊളിയായിരിക്കും. ബാക്ക് ടയറിലേക്ക് ട്രാക്ഷൻ കിട്ടുന്നില്ല, അതാണ് വണ്ടി കയറാത്തത്. മുന്നേ വന്ന വണ്ടികളൊക്കെ അവിടെ നിന്ന് കല്ലൊക്കെ അടിച്ച് തെറിപ്പിച്ചിട്ട് പോയിട്ടില്ല. അവിടെ ഒരു കുഴി പോലെ നല്ല വലിയൊരു കുഴി പോലെ
ടോർക്കിൽ ബെസ്റ്റ് മെമ്പർക്കുള്ള ഒരു അവാർഡ് കൊടുക്കേണ്ടത് നമ്മുടെ ഈ അമീൻ ബ്രോന് കൊടുക്കണം. എല്ലാ വണ്ടികളും ഇതേപോലെ ആള് കല്ലൊക്കെ ഇട്ട് കറക്റ്റ് കോർഡിനേറ്റ് ചെയ്ത് കയറ്റി വിടണം. ഇതേപോലെ പറഞ്ഞു കൊടുത്താൽ മതി. ഓഫ്റോഡ് പോകണമെങ്കിൽ ഫസ്റ്റ് ഞാൻ സെക്കൻഡ് പോകുന്നത് ഒരു കല്ലുണ്ട്. Albion!
പഠിച്ചു കണ്ടാ ചേട്ടൻ ചെയ്യണത്. ലെനീനെ ഓടിക്കണ അല്ല ചേച്ചിയാ. ഇനി നമ്മുടെ ക്ലബിൻ്റെ സ്വന്തം ലേഡി ഓഫ് റോഡർ ആട്ടാ താറിൽ കൂടെ നമ്മുടെ ലെനിനുണ്ട്. കേരളത്തിലെ ഏറ്റവും വലിയ ഓഫ് റോഡ് ട്രാക്കായി ഉറുമ്പിക്കര. അതിൻ്റെ മാക്സിമം എക്സ്ട്രീം ലെവലിൽ നിൽക്കുന്ന ഈ ടൈമിൽ തന്നെ നമ്മുടെ സ്വന്തം ക്ലബിലത്തെ മെമ്പർ, ലേഡി മെമ്പർ അത് കീഴടക്കാന്ന് പറഞ്ഞാൽ നമുക്കൊരു അഭിമാനിക്കാവുന്നൊരു സംഭവം തന്നെയാണ്. വളരെ ചുരുക്കം എന്നുവെച്ചാൽ നമ്മുടെ വിരലിലുണ്ടാവുന്ന അത്രയും സ്ത്രീകൾ മാത്രമേ ഉറുമ്പിക്കര സ്വന്തമായിട്ട് ഡ്രൈവ് ചെയ്ത് അടിച്ചിട്ടുണ്ടാവുള്ളൂ. അതിലൊരു മെമ്പർ നമ്മുടെ മെമ്പറായാലും നമുക്ക് എന്തായാലും വലിയ സന്തോഷമുള്ള കാര്യം തന്നെ. എന്തായാലും പ്രോത്സാഹിപ്പിക്കട്ടെ. ഓഫ് റോഡ് രംഗത്ത് സ്ത്രീകൾ വളരെ കുറവാണ്. ഭാവിയിൽ ഇനി കയറി വരും നമുക്ക് വിചാരിക്കാം. കാലം അങ്ങനെയാണല്ലോ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും കടന്നു വരട്ടെ, സ്ത്രീകൾ കടന്നു വരട്ടെ. ചവിട്ടി കൊടുക്ക, ചവിട്ടി കൊടുക്ക. അയ്യോ ആൾക്കാരുടെ തള്ളിയോടെ വണ്ടി റൂട്ടിലെ കുഴിയിലാണ്. നമുക്ക് എല്ലാവർക്കും പോയി കൈ പൊളിച്ചിട്ടുണ്ട്.
ഇറങ്ങിയോ ഇങ്ങോട്ട് വാ. വണ്ടി വീലൂരി പോലും കുഴപ്പമില്ല. ഇതിന്റെ ആവശ്യമില്ല, കേറി പോരും. എന്തൊക്കെ പോയിട്ടാ അതെ, അങ്ങനെ വരണ്ട പെണ്ണ. ഓ, അവിടെ ടാസ്ക് ആ സൈഡിലേക്ക് പോയ സൈഡിയും ബാക്ക് കിടക്കും. നമുക്ക് നല്ല മുട്ടം പണി കിട്ടിയിട്ട് മാങ്ങന്റെ വണ്ടിയുടെ ക്ലച്ച് പോയി. ക്ലച്ച് ഓയിൽ ലീക്ക്. അത് കാരണം വണ്ടി എണ്ണങ്ങളില്ല. അപ്പോൾ ഇനി ഇവിടെ നിന്നുള്ള കാര്യങ്ങളൊക്കെ വലിയ ബുദ്ധിമുട്ടായിരിക്കും. മെയിനായിട്ട് ടയറിൻ്റെ പ്രശ്നമാണ്. ടയർ കയറാണ്ടായിപ്പോൾ നല്ലപോലെ ക്ലച്ച് ലോഡ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ അത് കാരണം ക്ലച്ച് ഓയിൽ ലീക്കായി. ഇനിയിപ്പോൾ അത് എന്താ അവസ്ഥ എന്ന് നോക്കണം. ഇനി വേറെ ഓപ്ഷൻ ഇല്ല. ഇനിയിപ്പോൾ അടുത്ത ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഞ്ചിടുക, ബാക്കിൽ നിന്ന് കുറച്ച് പേര് തള്ളുക. ഇത്രയും വലിയ കയറ്റം ഇനി വണ്ടി ക്ലച്ച് ഇല്ലാത്ത വണ്ടി കയറ്റണമെങ്കിൽ അതൊരു വലിയൊരു ചടങ്ങാണ്. എപ്പോൾ പോകാൻ പറ്റുന്നുള്ള കാര്യമൊന്നും യാതൊരു ഉറപ്പില്ല. എന്തായാലും നമുക്ക് ശ്രമിച്ചു നോക്കാം. ഇതൊക്കെയല്ല ഓഫ് റോഡിങ്. പണിയെടുക്കണം. ഒരുത്തനെങ്കിലുണ്ടല്ല ആത്മാർത്ഥമായിട്ട് പണിയെടുക്കണത്. അഭിനന്ദിച്ചേക്കാം. ഒരു വിഞ്ചുമ്പോൾ പണി നടക്കില്ല കേട്ടോ. അത് കാരണം അതേ രണ്ടാമത്തെ വണ്ടി എടുത്തു. 2 വിഞ്ചിട്ട് ഇനി പെട്ടകിൻ്റെ വരും. എന്നാലേ പണി നടക്കുള്ളൂ. ഉറുമ്പിക്കരയിൽ പല സ്ഥലത്ത് ടാസ്കുള്ള ഏരിയകളുണ്ട്. പക്ഷേ ഇവിടെ ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ ടാസ്ക് മാത്രമല്ല, റിസ്ക്കും കൂടുതലാണ്. നമുക്ക് തൊട്ടപ്പുറത്ത് കൊക്കിയതുകൊണ്ട് എന്തെങ്കിലും പാളി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ മൊത്തം അങ്ങോട്ട് പെടും. വണ്ടി മറിഞ്ഞ പിന്നെ അടിയിൽ നിന്ന് പറക്കാനേ പറ്റുള്ളൂ. അത്രയും റിസ്ക് പിടിച്ചൊരു ഏരിയ ആണിത്. അവിടെ നോക്കാൻ പറയാം. ബാക്ക് നോക്കട്ടെ, ബാക്ക് നോക്ക്. അതന്നെ. പോരട്ടെ. വളരെയധികം റിസ്ക് എടുത്തിട്ടാണ് നമ്മുടെ സജീർക്ക് അപ്പുറത്തുനിന്ന് വലിക്കുന്നത്. കാരണം ആളെ കുഴിയുടെ തുമ്പത്ത് നിൽക്കുന്നത്. അത്രയും റിസ്ക് എടുത്തിട്ട് സജീർക്ക് വലിക്കുന്നത്. നമ്മുടെ എല്ലാ മെമ്പേഴ്സും കട്ടയ്ക്ക് നമ്മുടെ കൂടെ ഉണ്ട് കേട്ടോ. ഈ വണ്ടി തള്ളണ നമ്മുടെ ചങ്കുകളൊക്കെ ഒരൊറ്റ ആള് ഉച്ചയ്ക്ക് ഫുഡ് അടിച്ചിട്ടില്ല. മണി 7 മണിയായി. നിന്ന് പെട്ടയ്ക്ക് തന്നെ എല്ലാവരെയും കൈയും കാലൊക്കെ പൊട്ടിയിട്ടുണ്ട്. അമീൻ ബ്രോൻ്റെ ഷൂ കത്തിപ്പോയി. നമ്മൾ 2 മണി 3 മണിയാകുമ്പോൾ ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്യുന്നത് നമ്മളാണ്. പക്ഷേ എല്ലാവരും ഈ സംഭവം എൻജോയ് ചെയ്ത് ലൈഫിൽ ഒരിക്കലും ഒരാളിഞ്ഞ് മറക്കില്ല ഇങ്ങനത്തെ സംഭവം. ഈ ഒരു ട്രിപ്പ് ഈ വന്നിട്ടുള്ള ഒരൊറ്റ ആൾ മറക്കില്ല. കൂളായി കയറി പോയിങ്ങനെ ചിലപ്പോൾ എല്ലാവരും ചിലപ്പോൾ മറന്നു പോയേനെ.
ഇതിങ്ങനെയൊക്കെ വന്ന കാരണം എങ്ങനെ പോയാലും മെമ്മറിയിൽ സാധനം നിൽക്കും. മാക്സിമം ആൾക്കാരുടെ അടുത്ത് തള്ളാൻ പറയും. അങ്ങനെ അവസാനം നമ്മൾ വണ്ടി വലിച്ച് കയറ്റി നമ്മളിത് ആ തൊട്ടപ്പുറത്തെ അമ്പലത്തിൻ്റെ സൈഡിലൊന്ന് ഒതുക്കിയിട്ടുണ്ട്, വേറെ ആർക്ക് ശല്യമില്ലാണ്ട്. നാളെ നമ്മുടെ കുറച്ചങ്ക് കടികളൂടെ ഉണ്ട്, അവർ വന്ന് വണ്ടി റെഡിയാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. സമയം രാത്രി 9 മണി കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മുടെ DJ പരിപാടികളൊന്നും നടക്കും എന്ന് തോന്നുന്നില്ല, കാരണം ഇനി റൂമിലേക്ക് എത്തുമ്പോൾ എങ്ങനെ പോയാലും 10 മണിയാവും. അപ്പോൾ തൽക്കാലം പോയി കിടന്നുറങ്ങാം. റൂമിൻ്റെ ഉള്ളിലേക്ക് ക്യാമറ കൊണ്ടുവന്നാൽ കുഴപ്പമുണ്ടോ? മദ്യമില്ലല്ലോ, സിഗരറ്റ് ഇല്ലല്ലോ. പറയ്. എന്റർപ്രൈസിലുള്ള എന്റർടൈൻമെന്റ്. ഓൾറെഡി ഞാൻ ഈ വീഡിയോ ഇൻട്രോയിൽ പറഞ്ഞിരുന്നു, എന്നാലും ഒന്നുകൂടി പറയട്ടെ. എനിക്ക് എല്ലാ വണ്ടികളിലെയും വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് എടുക്കാൻ പറ്റിയില്ല. പിന്നെ കുറേ വീഡിയോയുടെ ക്ലാരിറ്റി മിസ്സായിട്ടുണ്ട്. അതൊക്കെ അങ്ങനത്തെ ഒരു സാഹചര്യം വന്ന കാരണമാണ്. പിന്നെ മാക്സിമം അങ്ങനത്തെ സംഭവങ്ങളൊന്നും വരാണ്ട് നോക്കാട്ടോ. പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്തൊരു പൊളി വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ എത്താട്ടോ. എപ്പടിയാ ഒറ്റയ്ക്ക്